ഈ 157 ആയത്തുകൾ ഖുറാനകത്തുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യയിലെ ഒരു കോടതി തന്നെ നിരോധിച്ചിട്ടുണ്ട്. ആയത്തുകൾ ആണോ? പറഞ്ഞ ഈ എടുത്തു മാറ്റണം എന്ന് പറഞ്ഞു. ഖുറാന്റെ എടുത്തു മാറ്റിയിട്ടൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷെ കോടതി പറഞ്ഞതാണ്. ഇതൊരു യുദ്ധപുസ്തകമാണെന്നും കോടതി നിരീക്ഷിച്ചു ആഹ്വാനം ചെയ്യുന്ന പുസ്തകം. ഇത് സംഗതി ഈ അറബി തന്നെ കൊണ്ടുവരുന്നതുകൊണ്ടാണ് നമുക്ക് ഇതൊന്നും അറിയാതിരുന്നത്. പരിഭാഷപ്പെടുത്തി നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. കിട്ടിക്കഴിഞ്ഞപ്പോ ഇസ്ലാമിന്റെ കാര്യം നമുക്കറിയാം തീരുമാനമായി. അപ്പൊ തന്നെ ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറഞ്ഞത് എന്റെ പൊന്നോ, നിന്നെക്കാട്ടി വലിയ ഫിറോവന്മാര് കാലങ്ങളായി, വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി ശ്രമിച്ചിട്ട് ഇസ്ലാമിന്റെ പൊട്ടി പോലും, ഇസ്ലാമിന്റെ രോമത്ത് പോലും തൊടാൻ കഴിഞ്ഞിട്ടില്ല. നിന്നെക്കാട്ടി വലിയ ഫറവ രാജാക്കന്മാർ. മനസ്സിലായില്ലേ? ഇത് ഇസ്ലാം എന്നിട്ടാണോ നീ കിടന്ന് കാച്ചട കേൾക്കാൻ? നമുക്ക് വാട്സാപ്പിൽ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ഒരൊറ്റ ചോദ്യത്തിൽ പറയുണ്ടായി, ഇന്ത്യയിൽ ഒരു കോടതി ഖുറാൻ ബാൻ ചെയ്തു, ഖുറാന്റെ വേഴ്സ് ബാൻ ചെയ്തു. നിങ്ങൾ കേട്ടുക, അത് ഏത് കോടതിയാണെന്ന് പറയാം. എന്റെ സമയമാണ്, ഞാൻ ആ സമയം ത്യജിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇന്ത്യയിലെ ഏത് കോടതിയാണ് ഖുറാൻ ബാൻ ചെയ്തത്? പോരട്ടെ, ഏത് കോടതിയാന്ന് പറയണോ? തിരക്കുക. ഇങ്ങനെയൊക്കെ വെടി ഇറക്കുമ്പോ ആലോചിക്കണ്ടേ ഇതുപോലെ പെടുവെന്ന്? അയ്യപ്പ, പിന്നെ അയ്യപ്പൻ എന്ന നല്ല മഹത്തായ പേരിലൊന്നും ഇയാളെ വിളിക്കരുത്. അയ്യപ്പൻ എന്ന് പറഞ്ഞ അനുവയ്പ്പൻ, അങ്ങനെ മഹത്തായ പേരൊന്നും ഇതുപോലുള്ള ആളുകൾക്ക് യോജിച്ചതല്ല. പറയടോ, പറയടോ. വരുന്നില്ല അണ്ണ? ഈ ചോദ്യങ്ങളെല്ലാം എനിക്കുണ്ട്. എന്റെ സമയം ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുക. ഇപ്പൊ പറയും കാത്തിരുന്നോ. 1986 ഇത് 80കളുടെ മധ്യത്തിൽ നടന്നൊരു സംഭവത്തിൽ ശരിയാ. ഹൈക്കോടതി ഇതല്ല, സോറി തെറ്റിപ്പോയി കേട്ടോ. കൽക്കട്ട ഹൈക്കോടതിയില് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കൊടുത്തു. അത് കോടതി തള്ളി. അതല്ല വേറൊരു, അതല്ല വേറെ സാധനം. ഒന്നുമല്ല. ഇതൊക്കെ അതിന് മുമ്പത്തെയാണെന്നേ സംഗതി. ഇതിപ്പോ എവിടെ റിസൾട്ട് വരും? അത് ഞാൻ പറഞ്ഞ അടുത്ത ചോദ്യം ചോദിക്കാൻ മുങ്ങാൻ നോക്കുക. രാഹുൽ വിടുവോ? 2021 വസീം റിസ്വി എന്ന് പറയുന്ന, എനിക്ക് പേഴ്സണലി അറിയാവുന്ന, ഞങ്ങളോടൊക്കെ ചർച്ചയ്ക്ക് ഇരിക്കാറുള്ള ഒരു വ്യക്തി, ഒരു PA മുസ്ലിം നാമധാരിയാന്നേ ഉള്ളൂ, 26 വേഴ്സസ് ഖുറാനിന്ന് റിമൂവ് ചെയ്യണോ? സുപ്രീം കോടതിയുടെ ഉത്തരവ് എന്താണെന്ന് അറിയാമോ? അയാൾക്ക് 50,000 രൂപ ഫൈൻ അടിച്ചു. അതാണ് സുപ്രീം കോടതി യഥാർത്ഥത്തിൽ ചെയ്തത്. ഇതിന്റെ പ്രശ്നം എന്താ അറിയാമോ? അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ മുഖ്യധാരയിൽ പലപ്പോഴും ഇടുമ്പോൾ ഇസ്ലാമോഫോബിയ എന്ന് പറയും. അതുകൊണ്ട് വാട്സപ്പിൽ നമുക്ക് പലപ്പോഴും ഇടാം. ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി നമ്മുടെ നാടിന്റെ ഒരു വലിയ പ്രശ്നമാണ്. ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പെട്ടുപോകരുത് എന്ന് മനസ്സിലായി. എടോ അനിലേ, താങ്കൾ ജീവിച്ചോളൂ, ഊഞ്ഞാലായി ജീവിച്ചോളൂ. പക്ഷേ ആരെയും ഊതാ നിൽക്കരുത്. സ്വന്തം മതം പ്രചരിപ്പിക്കാനോ വിശ്വസിക്കാനോ ഒക്കെ നമ്മുടെ നാട്ടിൽ അതിനുള്ള അവകാശമുണ്ട്. ശരിയാണ്, അതങ്ങനെ തന്നെ വേണം. സ്വന്തം മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ആ മതം പ്രൊമോട്ട് ചെയ്യാനും അതിന്റെ കാര്യങ്ങളൊക്കെ പറയാനും അവകാശമുണ്ട്. അത് ചെയ്യണം നമ്മൾ, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം, അതൊക്കെ നമ്മുടെ അവകാശം. പക്ഷേ ഒരു മതത്തിൽ നിന്നുകൊണ്ട് ആ മതത്തെ ഉപേക്ഷിച്ച്, സ്റ്റാൻഡേർഡ് പോരായ്മ എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു മതത്തിലേക്ക് പോവുകയും ആ മതത്തിൽപ്പെട്ട ആളുകളെ ചവിട്ടിത്താത്ത് അവിടെ രാജാവാകാൻ നോക്കുകയും അവരെ വിറ്റ് കാശാക്കി, അന്യമത വിദ്വേഷം വിറ്റ് കാശാക്കി ഇങ്ങനെ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നം. അത് ചെയ്യാൻ പാടില്ല. സ്വന്തം മതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞോളൂ. ഇല്ലെങ്കിൽ തെളിവ് വേണം, അടിസ്ഥാനമായ തെളിവുകൾ വേണം. ഇല്ലെങ്കിൽ വഴി കിടന്ന് ഇതുപോലെ അടി മേടിക്കും പറഞ്ഞാൽ ആടിയല്ല കേട്ടോ, മറ്റേ അടി, അത് മേടിച്ചുകൊണ്ടേയിരിക്കും. ഇനിയെങ്കിലും ഇതുപോലുള്ള ആളുകൾ, എന്റെ പ്രിയപ്പെട്ട ക്രിസ്ത്യൻ സമൂഹം മനസ്സിലായി, നിങ്ങളെ വിറ്റ് കാശാക്കി ജീവിക്കുന്ന ആളുകളാണ് ഇതുപോലുള്ള ആളുകൾ. ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് ജീവിക്കുന്നുണ്ട്. ആന്റി ഫുസൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ ഇതുപോലെ തന്നെയാണ്. മുസ്ലിം മത വിദ്വേഷം പറഞ്ഞ് സംഘികളെ പറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികൾ നടത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളാണ്. ജീവിതമാർഗമാണ്, ശരിയാണ്. പക്ഷെ അത് ഇങ്ങനെ ചെയ്യാതെ ജീവിക്കണമെങ്കിൽ എന്തൊക്കെയോ മാർഗങ്ങളുണ്ട്.
അല്ലെങ്കിൽ ഇങ്ങനെ വിദ്വേഷം പറഞ്ഞും ഇങ്ങനെ ആളുകളുടെ അടിമേടി പോയും ജീവിക്കണം എന്ന് എന്താണ് നിങ്ങൾക്ക് നിർബന്ധം? അതിന്റെ ആവശ്യമില്ലല്ലോ. മാന്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് ജീവിക്കൂ. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വിടൂ. നിങ്ങൾ തന്നെ നിങ്ങളെ കുഴി തോണ്ടുകയല്ലേ? വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ സോഴ്സ് എന്താ നമുക്കറിയാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് നാടിന് നാശം വരുത്താതെ, നാടിന്റെ ക്യാൻസറുകളായി മാറാതെ, ക്യാൻസറുകൾക്കുള്ള വാക്സിൻ ഇതുപോലെ കിട്ടും, രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകൾ തരുന്നുണ്ട്. ഇനിയെങ്കിലും ഇത്തരം വാക്സിനുകൾ മേടിച്ച് ഒടുങ്ങാതെ മാന്യമായിട്ട് സുവിശേഷം പറഞ്ഞോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞോ ജീവിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ നിനക്കും നിന്റെ കുടുംബത്തിനും ഒക്കെ നാണക്കേട് പറ്റത്തില്ല. അത്രയും നാണക്കേടാണ്. മനസ്സിലായില്ലേ?